പ്രേസിലുണ്ട് മക്കളെ. ഈ ഒരു എപ്പിസോഡ് വളരെ ആത്മഭാരത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. സ്തോത്രം. 5 വൻകരകളിലുമുള്ള എല്ലാവരോടും പറയണേ, ഇത് അവസാനത്തെ സമയമാണ്, എൻഡ് ഓഫ് ദ ടൈം ആണ്. എൻഡ് ഓഫ് ദ ടൈമിൽ ആത്മഭാരമുള്ള സഹോദരന്മാരെ സഹോദരിമാരെയും ജെൻഡർ ഇല്ലാതെ, ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പലർക്കും സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുടുംബത്തിൽ പാസ്റ്റേഴ്സ് ഉള്ളതായിരിക്കാം, മറ്റ് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും ശുശ്രൂഷയിലേക്ക് ശോഭിക്കേണ്ടവരൊക്കെയും കാലം നോക്കിയാൽ ഗലാത്യ ലേഖനത്തിലും 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 1-ാം വാക്യത്തിലും പറയുന്ന പോലെ അവരെല്ലാവരും ശിശുക്കളായിരിക്കുകയാണ്, അല്ലെങ്കിൽ ദാസന്മാരായിരിക്കുകയാണ്, അടിമ നുഖത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. സോ ഇവരെയൊക്കെയും പുറത്തു കൊണ്ടുവരിക. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളതല്ല. അപ്പോൾ ഇവരൊക്കെയും ഈ ദാസന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ആത്മഭാരത്തോടുകൂടി പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ മിണ്ടാതെ ഇരിക്കരുത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്, സുബോധത്തിന്റെയും അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത്, ഈ തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഗ്രഹിക്കേണ്ടതാണ്. കൃപാവലം കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ഈ എക്സാമ്പിൾ പറഞ്ഞാൽ UAE തന്നെ 1.25 വർഷമായി ദൈവം എന്നെ പാസ്റ്ററിന് ഓർഡിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം അധ്യായത്തിലൂടെ പ്രിയ സഹോദരി കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു തരുവാനിടയായി, പുരോഹിതന്മാർക്ക് ശുദ്ധീകരണത്തിന് അവര് മാറിപ്പോയി. പക്ഷെ ഇനി അവർക്ക് സമയമില്ല. ആ സമയത്താണ് ലേവിയര് ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്, ബാക്കി കാര്യങ്ങൾ. കാരണം രാജാവ് ഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, 30-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ യുദ്ധങ്ങളും, അത് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ, അറിയാമല്ലോ. അപ്പോഴ് ഇവിടെ പറയാണ്, കൃപാവരം ജ്വലിപ്പിക്കണം. അപ്പം 1-2 പേരുടെ കാര്യം ദൈവാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ അവരെ അറിയിച്ചു, ഇങ്ങനൊരു നിങ്ങൾക്കൊരു കൈവപ്പ് ശുശ്രൂഷയ്ക്കായി കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് എന്നോടത് പറയട്ടെ, എന്നിട്ട് നമുക്കെതിരായി അവർ സംസാരിക്കുക, എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക, ഫുള്ളി ഈ കറപ്റ്റഡ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലേക്ക് പോയിട്ട് എനിക്കെതിരായി ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനിടയായി. പക്ഷെ അതേ പേരിലുള്ള മറ്റൊരു വ്യക്തിനെ ദൈവം മറ്റൊരു രാജ്യത്ത് പോയി അനോയിറ്റ് ചെയ്യാൻ ദൈവം എന്നെ ഇടയാക്കി. അത് ശക്തമായി. അപ്പം ഈ എസ്തേറിനോട് പറഞ്ഞതുപോലെ, നീ ഈ പ്രാവശ്യം എഴുന്നേറ്റില്ലെങ്കിൽ, ആ വചനം ഒന്ന് വായിക്കാമോ? ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ആ മൊർദെഖായിക്കുള്ള ഒരു ആത്മഭാരം നോക്കിക്കേ. എവിടെ ഇരുന്നതാ മൊർദെഖായി? അവൻ പറയാണ്, നിന്റെ പിതൃഭവനവും നീയും നശിക്കും, നിന്റെ പിതൃഭവനവും നശിക്കും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടാണല്ലോ നിന്നെ, ആ ഒരു സ്പെസിഫിക് സമയത്തിന് വേണ്ടിയിട്ടാണ് എസ്തേറിനെ ദൈവം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് എസ്തേറിനെ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഒരു യോഗ്യതയുമുണ്ടോ എസ്തേറിന് വരാനായിട്ട്? അപ്പോൾ യോഗ്യതയില്ലാതിരുന്ന നമ്മളെയൊക്കെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഈ കൈവപ്പ് ശുശ്രൂഷ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദിവസങ്ങളിൽ അനേക സ്ത്രീകളെ പാസ്റ്റേഴ്സ് ആയിട്ടും അപ്പോസ്റ്റൽസ് ആയിട്ടും ഓർഡൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളോട് വളരെ പ്രാഗൽഭ്യത്തോട് പറയണം, നിങ്ങൾക്ക് ആ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 00971557079079031. ഈ ഫോൺ നമ്പർ ലാസ്റ്റിലും. ഓക്കെ, സ്റ്റാർട്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ സ്ത്രീകൾക്ക് കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പും വിളിയും, സ്ത്രീകൾക്കെന്നല്ല എല്ലാവർക്കും ഒരു തെരഞ്ഞെടുപ്പും വിളിയും ഉണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ദൈവം എന്റെ കർത്താവിനായിട്ട് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് പിന്നെ അതിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ ആ വില
എന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാനായിട്ട് കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിന്റെയും ദയയുടെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് പകർന്നു തന്നത്. അപ്പൊ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, സുബോധം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു, എന്തിനാണ് കർത്താവിന് എൻ്റെ മേലുള്ള ഒരു വിളി ഉണ്ടായിരിക്കുന്നതെന്നുള്ള ആ നല്ല സുബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനകത്ത് വലിയൊരു കാര്യം വേണ്ടത് ധൈര്യമാണ്. ധൈര്യം, ഭീരുത്വമല്ല വേണ്ടത്. നമുക്ക് ആരുടെയും മുമ്പിൽ കർത്താവിന്റെ സത്യങ്ങളെ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെയധികം നമുക്ക് അങ്ങനെ ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്ന് നമ്മളെ ഇവിടെ ബോധ്യപ്പെടുത്തുവാണ്. ആ തെരഞ്ഞെടുത്ത് നമ്മളെ കർത്താവിന്റെ സൽഗുണങ്ങളെ, അന്ധകാരത്തിൽ കിടന്ന നമ്മളെ കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. വിശുദ്ധ വംശമായി, വിശുദ്ധ ജനമായി, രാജകീയ പുരോഹിത വർഗമായി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തെല്ലാം വിശേഷണം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമുക്ക് വേണ്ടി അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അന്ധകാരത്തിൽ കിടന്ന നമ്മള് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് ഒരു പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പ്രകാശം കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാവുന്നു. ആ കർത്താവിൽ ഇരുട്ട് ഒട്ടുമില്ല, അതായത് പാപം ഒന്നുമേ ഇല്ല. ആ കർത്താവ് വിശുദ്ധനായിരുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിന് പത്രോസ് വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. ആ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾ വചനമില്ലാത്ത മായമില്ലാത്ത വചനം വായിച്ച് ആ വചനം പഠിച്ച് നമ്മൾ വളരണം. ആത്മീയമായി വളർന്നെങ്കിൽ മാത്രമേ അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഈ സത്യത്തിനെതിരായിട്ട് പോരാടാനും സത്യസന്ധമായിട്ട് വേല ചെയ്യാനും ഒക്കെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് നേരെ സത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വചനം നമ്മൾ പഠിക്കണം, അതിന് നാം വചനം വായിക്കണം. മുമ്പ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 12:3 പറയുന്ന, ആകയാൽ ദൈവാത്മാവിനാൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഹല്ലേലൂയ. ആ ഒരു നമ്മള് എന്തിനാണ് നമ്മള് തെരഞ്ഞെടുത്തിരിക്കുന്നത്? കർത്താവിന്റെ വേലയിൽ സത്യസന്ധരായി ആത്മാവിൽ ഒരു എരിവുള്ളവരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആണ്. നമ്മള് ഒന്നിനെയും, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നമ്മള് വീണ്ടും ജനിച്ചിരിക്കുന്നത്. കർത്താവ് ഇതൊക്കെ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മളെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അപ്പൊ ആ നീതിമാൻ ഒത്തവണ്ണം വേണം നമ്മള് ശുശ്രൂഷകര് ആയിരിക്കാൻ. അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമുക്ക് തെറ്റ് പറ്റുവാൻ ഇടവരാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വിശുദ്ധിക്ക് ഒത്തവണ്ണം നമ്മൾ ചെയ്യുവാന്, ശുശ്രൂഷിപ്പാന് എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആമേൻ. ഞാൻ ഈ പറഞ്ഞത്, നമ്മളൊരു യഥാർത്ഥമായ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഒരു സ്നേഹിതനാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് അത് നമ്മുടെ ജീവിതത്തെ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ യോഹന്നാൻ 15:16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ പോയി ഫലം കായ്ക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി വെച്ചിരിക്കുന്നു. അതിന് മേളിൽ പറയുന്നു, നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന്. അതിന്റെ മുകളിലേക്ക് പറയുന്നു, ഫലമുണ്ടാകണം, പിതാവ് മഹത്വപ്പെടുമെന്ന്. അപ്പൊ നമ്മളിൽ ഫലം ഉണ്ടാകുന്നത് കാണുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത്. നമ്മൾ എന്തു ഫലമാണ് ഈ ഭൂമിയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്?
പ്രാർത്ഥന ചോദിക്കുകയും പ്രാർത്ഥന റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. സോ അവിടെയാണ് ദ റൈറ്റ് പീപ്പിളിനെ ദൈവത്തിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്ത് ഫലമാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും ഈ എൻഡ് ടൈമിൽ? ബിക്കോസ് നമ്മൾ വായിച്ചു എസ്തേറിന്റെ പുസ്തകത്തിൽ, ഈ സമയത്ത് നീ എഴുന്നേറ്റില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണം ഉണ്ടാകുമെന്ന് അവളോട് പറയുകയാണ്. കാരണം ഈ കാലത്തിനായിട്ടല്ലോ നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് അവളോട് പറയാണ് എസ്തേറിനോട്. അപ്പൊ ഈ സമയത്തും സഹോദരിമാരോടും സഹോദരന്മാരോടും ഈ കാലത്തിന് വേണ്ടി ദ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞത് ആണ് പെണ്ണെന്നുള്ള ജെൻഡറിനെ മാറ്റി. ബിക്കോസ് ദൈവം സൃഷ്ടിച്ചത് ഹ്യൂമനെയാണ്. അതേ സിസ്റ്റം തന്നെയാണ് എൻഡ് ടൈമിലേക്ക് കൊണ്ടുവരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളവര്, ആത്മഭാരമുള്ളവര്. ഇന്നലെ ആന്റി പറയാനിടയായി കൊളോസ്യ ലേഖനത്തിൽ, ഫിലിപ്പിയൻ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ വാക്യങ്ങളിൽ അനേക സഹോദരിമാര് പൗലോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം ചോദ്യം വരും, ഒരു സ്ത്രീക്ക് പാസ്റ്റർ ആകാൻ പറ്റുമോ? അപ്പം ഫേബ എന്ന സ്ത്രീ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതേ അധ്യായത്തിൽ ഒത്തിരി സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. ഫുൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ 2 സഹോദരിമാരെയാണ്. ഇപ്പം ആന്റി പറഞ്ഞ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം എടുക്കുമ്പോൾ തന്നെ അവിടെ 2 സഹോദരിമാരെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫേബയുടെ കാര്യം പറയുമ്പോൾ, കഴിഞ്ഞ ദിവസത്തില് ഒരു പാസ്റ്റർ മെനു എന്നെ പരിചയപ്പെടാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് പറയണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പറയാൻ കാരണമായത് അവരൊക്കെയും ഈ സത്യം അങ്ങനെ അറിയണം. കാരണം ഞാൻ ഇതില് സത്യസന്ധമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പിന്നെ ദേവദാസി, എന്നിട്ട് അവസാനം ആന്റി എന്ന് പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ദേവദാസി എന്ന് പറഞ്ഞെങ്കിൽ അവസാനം ദേവദാസി എന്ന് പറയാം, ആന്റി എവിടുന്ന് വരുന്നു? ഞാനൊരു ആന്റിയുടെ ശുശ്രൂഷയല്ല ചെയ്യുന്നത്. അപ്പോഴ് അദ്ദേഹം ഇങ്ങനെ എന്നോടൊരു ലിസ്റ്റിംഗ് എനിക്ക് അയച്ചു, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പഠിച്ചതല്ല പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പം ആ ഒരു ലെവലിൽ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റേഴ്സ് അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ വിളിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഫേബ, അത് നമ്മുടെ ജോസി സിസ്റ്റർ ഒന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഫേബ റോമാ ലേഖനമായിട്ട് പോവുകയാണെങ്കിൽ അവളുടെ ആ സമയത്ത് അവൾക്ക് എങ്ങനെ ഈ റോമാ ലേഖനം ഫേബയെ വിശ്വസിച്ചല്ലേ പൗലോസ് അയക്കുന്നത്? ഈവൻ ദോ തെസ്സലോനിക്കയെ കൊണ്ട് എഴുതിച്ചെങ്കിലും കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ അവൾ മിണ്ടാതിരിക്കുകയാണോ? ഷീ ഹാസ് ടു എക്സ്പ്ലെയിൻ ദെയർ. പറ, ആണോ ആന്റി? ആണോ? അല്ല. അല്ല അതെന്ന് പറഞ്ഞ എന്തുവാ? അവള് മിണ്ടാതിരിക്കുകയല്ലെന്ന് പറഞ്ഞത്. ഓക്കെ, അതെ. അപ്പം ജോസി സിസ്റ്റർ എന്താ പറഞ്ഞത്? പറഞ്ഞോ. അല്ല, നമ്മള് ഈ ഒരു ടോപ്പിക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം വീണ്ടും നമ്മൾ ആവർത്തിക്കുക. അതായത് പിന്നെ ഈ കെങ്കരെ സഭയിലെ ശുശ്രൂഷകാരത്തിയുമായ ഫേബ എന്ന് പറയുമ്പം, ശുശ്രൂഷകാരത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മിനിസ്റ്റർ തന്നെയാണ് അവിടെ. അതിപ്പോ നമ്മൾ വേറെ രീതിയിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമോ അത് അത്ര കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവള് ശുശ്രൂഷക്കാരത്തിൽ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ റോമാലേഖനം പിന്നെ പൗലോസ് എഴുതിയ ലേഖനമാണെന്നും കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതിയ ലേഖനമാണെന്നും നമുക്കറിയാം. അപ്പൊ ഇതാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവിടെ കൊണ്ട് എത്തിക്കാൻ ഒരാൾ വേണം. അപ്പം അത് എഴുതിയത് ഇത് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ എഴുതുന്ന ഒരാളാണെങ്കിലും ഇത് കൊണ്ടുകൊടുക്കാൻ ഏൽപ്പിക്കുന്നത് പൗലോസ് ഫേബയാണ്. തെർത്തൂസ് എന്ന് പറയുന്ന ആളാണ് എഴുതുന്നത്. പക്ഷെങ്കിൽ കൊണ്ടുകൊടുക്കാൻ പൗലോസ് ഏൽപ്പിക്കുന്നത് ഫേബയാണ്. കാരണം ഫേബ എന്ന് പറയുമ്പം അതുപോലെ പൗലോസുമായിട്ട് നല്ലൊരു ഇന്റിമേസിയും എഫ്ലുവൻസ് ഉള്ള ഒരു സ്ത്രീ ആ കാലഘട്ടത്തില്. പിന്നെ ഈ ഒരു സംഭവം അവിടെ കൊണ്ട് എത്തിക്കണമെങ്കിൽ നല്ല ഒരു പിന്നെ പൈസയുടെ മീൻസ് എന്താ പറയുന്നത്, എക്സ്പെൻസ് ഉണ്ട് അതിനകത്ത് കൊണ്ടു കൊടുക്കണമെങ്കിലൊക്കെ. യാത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരും. അപ്പൊ ഈ ഫേബ എന്ന് പറയുമ്പോൾ അതുപോലെ നല്ലൊരു ധനികയായ സ്ത്രീയാണ്, ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പൗലോസ് എഴുതുന്ന ലേഖനങ്ങളുടെ ഒക്കെ അതിന്റെ ആശയം എന്താണെന്നൊക്കെ നന്നായി അറിയുന്ന ഈ സഹോദരി.
അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് കൊണ്ടു കൊടുക്കാനും അത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത് എന്നുള്ളത് പൗലോസിന് നല്ല ഉറപ്പും ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നത്. അപ്പൊ നമുക്കത് അറിയാം, അവർ കൊണ്ടു കൊടുക്കാൻ ഈ യാത്ര ചെയ്യുക, ആ കാലത്തൊരു സഹോദരി യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഒരു യാത്ര സൗകര്യങ്ങളൊന്നും ഇല്ല. കടൽ വഴിയാണ് പോകേണ്ടത്. ആ ബോട്ടിലൊക്കെ പോകുമായിരിക്കും, എങ്ങനെ നമുക്കറിയത്തില്ല, ഷിപ്പാണോ ബോട്ടാണോ നമുക്കറിയത്തില്ല. എന്തായാലും കടൽ വഴി കൂടെ പോകുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് എത്തുന്ന കാര്യമല്ല, ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും, 7, 8, 10 ദിവസമൊക്കെ എടുക്കും അവിടെ എത്താൻ. അപ്പൊ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് ഈ സഹോദരി അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിയുമ്പോഴും ഈ റോമയിലുള്ള ജനങ്ങളോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. അപ്പം ഈ പൗലോസ് ഇവരെ ഒരു സഹോദരിയായിട്ട് സംബോധന ചെയ്ത്, നമ്മുടെ സഹോദരിയും കേങ്കര സഭയിലെ ശുശ്രൂഷകാരത്തിയുമായ ഫേബായെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാണ്. അപ്പൊ നിങ്ങൾ സാധാരണ ഏതൊരു വിശുദ്ധനും നിങ്ങൾ എങ്ങനെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു അതുപോലെ തന്നെ ഇതൊരു സഹോദരിയാ സ്ത്രീയാന്ന് വിചാരിച്ചൊന്നും അങ്ങനെ നിങ്ങൾ ഒരു വ്യത്യാസം കാണിക്കണ്ട. ഏതൊരു സഹോദരൻ അല്ല ഒരു ശുശ്രൂഷനും ചെയ്യുന്നത് പോലെ ഈ ഫേബയ്ക്കും നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം, അവളെ കൈക്കൊള്ളണം. അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് ആണ് ഇവിടെ പൗലോസ് ഈ റോമയിലുള്ള ജനങ്ങളോട് പറഞ്ഞത്. അപ്പോ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരവിടെ പോയി ഒരു ലേഖനം അവിടെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് ആരുടെയും കൈ കൊടുത്തിട്ട് പോരുക മാത്രമല്ല, അവർക്ക് അത് ചെന്നാൽ ഈ ലേഖനം ആ സഭയോട് വായിക്കണത്. അപ്പൊ അത് വായിക്കണമെങ്കിൽ മുന്നിൽ വന്ന് ഒരാള് നിൽക്കണമല്ലോ അവിടെ. അവിടെ നിന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിക്കണം. അപ്പൊ അത് വായിച്ച് കേൾപ്പിച്ച് കഴിയുമ്പോൾ വായിച്ചു വിട്ടാലും പോരാ, ജനങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ കാണും. നമുക്ക് തന്നെ അറിയാം, റോമാലേഖനം 1, 2 പ്രാവശ്യം വായിച്ചാലൊന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പൊ എന്ന പോലെ തന്നെ ഈ ലേഖനം വായിക്കുമ്പോൾ അവർക്കും അതിൻ്റെതായ ഒത്തിരി ഡൗട്ട്സ് കാണും ഇതിനകത്ത്. അപ്പം അത് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും പ്രാപ്തയായ ഒരാളാണ് ഈ ഫേബ. അപ്പൊ അവർ ആ ശുശ്രൂഷയിലാണെങ്കിലും ഈ പൗലോസിന്റെ ലേഖനങ്ങളെ പറ്റി ആണെങ്കിലും അവർക്ക് നല്ലൊരു ഡെപ്തായിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു അവർക്ക് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അവരൊരു ആപ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ സഹോദരിയുടെ കയ്യിൽ അത് കൊടുത്തുവിടുന്നതും ഈ സഹോദരി അവിടെ ചെന്ന് അത് കൊടുത്ത് വായിച്ച് അവർക്ക് അവരുടെ സംശയങ്ങളെല്ലാം തീർത്തിട്ടാണ് ഈ സഹോദരി മടങ്ങി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ശുശ്രൂഷന്റെ എല്ലാ റോളും ഈ ഫേബ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ ഒരു കൺസേൺ ഉണ്ടല്ലോ, ഈ 2 ദിനവൃത്താന്തത്തിലെ ഹിസ്കിയാവിന്റെ ജീവിതത്തിലെ ആ രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വന്ന ആത്മവരം, മീൻസ് ഒരു ഡ്രൈ ആയി ഉണങ്ങിയിരിക്കുന്ന ഒരു സമയമല്ലേ അത്, അല്ലേ? ആ ഒരു സമയത്താണ് തനിക്ക് കൊടുത്ത ആത്മഭാരത്തിനനുസരിച്ച് ഹിസ്കിയാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതും. അവിടെ ഒരു ലോ തെറ്റിക്കുകയല്ല, പക്ഷേ ആ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ ആക്ഷനിലേക്ക് വരികയാണ്. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നത് ഭയങ്കരമായ, എന്താ പറയാ, പെട്ടകത്തില് പിന്നെ അത് തൊട്ടപ്പോഴത്തേക്ക് ചത്തുപോയതൊക്കെ നമുക്കറിയാമല്ലോ, അറിയത്തില്ലേ? അല്ലേ? അപ്പം ഇത്രമാത്രം ഭയത്തിൽ നിൽക്കുന്ന ഒരു സീനില് അവിടെയാണ് ഈ ഹിസ്കിയാവ് ഇത്രമാത്രം ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നു, ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു, കാര്യം ക്ഷണത്തിലല്ലോ നടന്നതെന്ന്. എന്നിട്ട് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കിയെന്നുണ്ട്. അപ്പം ടൈമിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അപ്പൊ ഇതുപോലൊരു എൻഡ് ടൈം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 29 മുതൽ 30 വരെയുള്ള 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുമ്പോൾ അവരോട് പറയുന്നത് എന്താണ്? അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും
ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് എന്തോ അതിന്റെ അകത്ത് 25-ന്റെ 8-ാമത്തെ വാക്യം എന്തോ പറയുന്നത്? ആദ്യത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. ആ Yeah. ആ അപ്പം ഇത് തന്നെയല്ലേ അതെ. ഇത് തന്നെയല്ലേ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത്? ഇന്നും ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ ഇടയിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം വസിക്കണമെങ്കിൽ ഒരു ആലയം ആവശ്യമാണ്. അപ്പൊ ആ ആലയം നമ്മളായി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇനി നമ്മൾ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ടൈമിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ യുദ്ധത്തിന് നിൽക്കുന്നവർ. ഇപ്പൊ ആ തിമോത്തിയോസിന്റെ ആ ലേഖനം ഒന്ന് വായിക്കാം നമുക്ക്. ആ 2 തിമോത്തിയോസ് chapter 2 verse 3 to 5 ഒന്ന് വായിച്ചേ. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ആമേൻ. അപ്പൊ നമുക്കുള്ള വാഗ്ദത്തം, നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന എന്താണ്? കിരീടങ്ങൾ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും. സ്തോത്രം. അപ്പോഴ് ക്രിസ്തുവിൽ നല്ല പഠനായി നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് കഷ്ടം സഹിക്കാനാണ് ആരും തയ്യാറായിട്ടില്ലാത്തത്. എല്ലാവർക്കും വളരെ എങ്ങനെങ്കിലും ആരെങ്കിലും ഒക്കെ എന്താ പറയുക, ക്ലാസ്സിൽ പഠിക്കാതെ പോയിട്ട് പെട്ടെന്ന് കോപ്പി അടിച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ ജയിക്കണം എല്ലാവർക്കും. ഇതാണ് എല്ലാവരുടെയും ആവശ്യം. ആർക്കും നമ്മൾ ഈ ഉപവാസ ദിവസത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം തന്നെ തെസ്സലോനിയൻ ലേഖനം 2 തെസ്സലോനിയൻസ് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്തോ പറയുന്നത്? പിതാവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയും എന്നല്ലേ അവിടെ പറയുന്നത്? അല്ലേ? 5-ാം അധ്യായം 2 തെസ്സലോനിയർ 5-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്നാണ്. അപ്പൊ കർത്താവ് ചെയ്യുന്ന എന്താണ്? നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും പിതാവിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും അല്ലേ നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു പാട്ട് വരുമ്പോഴാണ് എല്ലാവരും ഡിസ്ട്രാക്ട് ആവുന്നത്. കാരണം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാർക്ക് ഈ ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്ക് വരാൻ പറ്റുന്നില്ല. സഹിഷ്ണുത വരുമ്പോൾ ഇന്നലെ നമ്മൾ ഒരു പാട്ട് ഞാൻ രാത്രിയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ എടുത്തിട്ടിരുന്നു. ആ പാട്ടിന്റെ വരികൾ എന്താണ്? ഏത് പാട്ടായിരുന്നു അത്? അറിയാമോ? യെസ്, വൻമഴ പെയ്തു നദികൾ പൊങ്ങി. അദ്ദേഹം പാസ്റ്റർ പറയുന്നത് എന്താണ്? അത് എടുത്തപ്പോൾ ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു അത് വലിച്ചുകീറി കളയാനാണ്. അദ്ദേഹം വലിച്ചെറിഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ ആ അമ്മയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അവര് ഭയങ്കര രോഗിയായി മാറി, വല്ലാത്ത പ്രശ്നത്തിലൂടെയൊക്കെ അവര് കടന്നുപോയെന്നൊക്കെ പറയുന്നില്ലേ? സ്തോത്രം. അപ്പോഴ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വരുമ്പോൾ സ്തോത്രം മാറിപ്പോകേണ്ടതാണ്. പക്ഷെ ആ ഒരു പാട്ടിലൂടെ എത്രയോ പേരെ എൻകറേജ് ചെയ്ത് കാണും അല്ലെ? എൻ്റെ ടൈമിൽ വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, പക്ഷെ പാറമേൽ പടിഞ്ഞവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. ആമേൻ. പറഞ്ഞു. അപ്പോൾ എൻ്റെ ടൈമില് നമ്മൾ ഈ പറയുന്നത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ശുശ്രൂഷയെ കുറിച്ചാണ്. ഈ ആണും പെണ്ണും വേർതിരിച്ച് നിൽക്കാതെ ഫേബയുടെ ജീവിതത്തിലൂടെ പറഞ്ഞതുപോലെ. അപ്പോൾ അതുപോലെ തന്നെ യൂനിയ എന്നൊരു സ്ത്രീ അപ്പോസ്തലയാണെന്ന് ഒരു വർഷം മുമ്പ് വരെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല കേരളത്തിൽ. ഇപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ അറിയാൻ തുടങ്ങി. പക്ഷെ ഇതൊക്കെ പാസ്റ്റേഴ്സ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഭയമാണ്. കാരണം സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തേക്ക് വരും അല്ലേ? അപ്പൊ ഇതിനെക്കുറിച്ച് ആന്റിയുടെ ജീവിതത്തിൽ കൂടെ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇന്നത്തെ ഈ എപ്പിസോഡ്. ഒന്ന് പറഞ്ഞാട്ടെ അതിനെക്കുറിച്ച്. ഇപ്പൊ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞതിനെ കുറിച്ച്, ഈ പൗലോസ് ഒരിക്കലും സ്ത്രീകളെ പുറകോട്ട് നിർത്തിയിട്ടില്ല. ഫേബയെ മുന്നോട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മുമ്പേ ഉള്ളതാണ് ഈ യൂനിയാവ് എന്ന അപ്പോസ്തല എന്ന സ്ത്രീ. സഭയിൽ 1-ാമത് അപ്പോസ്തലയാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പൗലോസോ യേശു കർത്താവോ സ്ത്രീകളെ മിണ്ടാതിരുത്തിയിട്ടില്ല. യേശു കർത്താവിന്റെ തലയിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട് ആ ശുശ്രൂഷ ചെയ്യിപ്പിച്ചത് ഒരു സ്ത്രീയെ കൊണ്ട് തന്നെയാണ്. ഇനി ചില പാസ്റ്റേഴ്സ് പറഞ്ഞത് മറിയല്ല. ഈ മറിയാണോ സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നത്? സ്ത്രീ ഇവൾ ചെയ്തത് ലോക അവസാനം വരെയും സുവിശേഷം എവിടെയെല്ലാം എത്തുന്നോ അവിടെയെല്ലാം ഇതിനെക്കുറിച്ച് പറയുമെന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മറച്ചു വെച്ചപ്പോൾ ആ സത്യമല്ലേ നമ്മൾ മറച്ചു വെച്ചു? ദൈവത്തിന്റെ ആ ഹൃദയത്തെ മനസ്സിലാക്കാതെ വന്നതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? ആന്റി പറയാമോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്.
നമ്മൾ സംസാരിച്ചു വന്ന പോലെ സ്ത്രീകൾക്ക് ഈ സുവിശേഷ ഘോഷണത്തിൽ അല്ലെ സുവിശേഷ പ്രചരണത്തില് ഒട്ടും തന്നെ കർത്താവും പൗലോസ് അപ്പോസ്തലൻ ഒക്കെയും മാറ്റി നിർത്തിയിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ധാരാളം സ്ത്രീകളെ കൂടെ നിർത്തി ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോ ഫേബയുടെ കാര്യം ഒക്കെ നമ്മൾ കേട്ടു. അതൊക്കെയും ധാരാളം അവർക്കൊക്കെ എന്തുമാത്രം കഴിവും ധൈര്യം, എനിക്ക് പറയാനുള്ള ധൈര്യമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. നമ്മൾ പേടിച്ച് ഒത്തിൻ്റെ അകത്ത് ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ഈ അന്ത്യകാലത്ത് നമ്മൾ ഇത്തരം പരിപാടികൾ, അതായത് ദൈവവേലയിൽ വിശ്വസ്തരായിട്ട് നിൽക്കാൻ ആളില്ലാത്ത ഈ ഗ്യാപ്പിൽ നമ്മൾ സ്ത്രീകൾ ഉണർന്നെഴുന്നേൽക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. വിശ്വസ്തരായിട്ട് നിന്ന് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഒരുപാട് സ്ത്രീകളെ കുറിച്ച് നമ്മൾ ഒത്തിരി പേർക്ക് ഈ സംശയമാണ്, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അങ്ങനെ ഒരു സംശയവും വേണ്ട. കാരണം ദൈവവചന പ്രകാരം നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് നമ്മളെല്ലാവരും സ്നാനമേറ്റിരിക്കുന്ന, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അവിടെ ആണെന്നും പെണ്ണെന്നും ഇല്ലാതെ, യഹൂദനും യവനനൊന്നും ഇല്ലാതെ, ഒരു വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരേ പോലെ അവിടെ ദൈവം കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് ധാരാളം സ്ത്രീകളുടെ ശുശ്രൂഷയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ പോലെ ആ 16-ാം അധ്യായമൊക്കെ 1, 2, 3, 4 എത്ര പ്രാവശ്യം വായിച്ച് നമ്മൾ ഗ്രഹിക്കാമോ അത്രയും നമ്മൾ വായിച്ചു വരുമ്പം ആ ധൈര്യം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫിലിപ്പിയർ 4-ന്റെ 1 മുതൽ 3 വാക്യങ്ങൾ, അതിൻ്റെ അകത്ത് പൗലോസ് അപ്പോസ്തലന്റെ കൂടെ വേല ചെയ്ത 2 പേരെയാണ് പ്രിയപ്പെട്ട പിന്നെ യുവതക്കെയും സുന്ദുകയും എന്ന് പറഞ്ഞ 2 പേര്. അവരെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ സുവിശേഷ ഘോഷണത്തില് പോരാടിയവരാണെന്നാണ് അവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ കഷ്ടപ്പെട്ട് നേടിയ ഫിലിപ്പിയരെ സ്വർഗത്തിൽ കാണുമ്പോൾ അവർ തനിക്ക് കിരീടമായിരിക്കുന്നു എന്ന ചിന്ത അവരെ കൂടുതൽ സ്നേഹിപ്പാനും കരുതുവാനും പ്രോത്സാഹിപ്പിക്കാനും പൗലോസ് അപ്പോസ്തലന് കാരണമായി തീർന്നു. പൗലോസ് അപ്പോസ്തലന് സ്ത്രീകളെ ധാരാളം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവരെ മുന്നോട്ട് സുവിശേഷ ഘോഷണത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ദൈവദാസനാണ്. ഫിലിപ്പിയയിലെ 2 പ്രധാനപ്പെട്ട സഹോദരിമാരാണ് ഈ സന്തുകയും പിന്നെ യുവതി എന്ന് പറയുന്ന 2 സ്ത്രീകൾ. അവര് ധാരാളമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച, അവർ തമ്മിൽ അവിടെ ഒരു പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. യുവതയും സന്തുകയും പ്രബോധിപ്പിക്കുന്നു കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ. അപ്പൊ അത് അവർ തമ്മിൽ എന്തോ ഒരു ഐക്യത കുറവ് എന്തോ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മള് പ്രിയപ്പെട്ട റാണി പാസ്റ്ററിലൂടെ നമ്മള് അനേകരെ കൂടി വന്നിട്ടുണ്ട്, കുറെ അധികം പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഭിന്നാഭിപ്രായം നമുക്ക് പാടില്ല. ഇത്രയും നമ്മൾ വചനങ്ങൾ കേട്ടിട്ടും കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ച്, സ്ത്രീകളുടെ ശുശ്രൂഷയെ കുറിച്ച് ധാരാളമായി നമ്മൾ ഈ നാളുകളിൽ കേട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഭിന്ന അഭിപ്രായം നമ്മൾ പാടില്ല. കാരണം ഇത് തന്നെ പറഞ്ഞിരിക്കുന്ന ഏക ചിന്തയോടിരിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുവാണ്. തന്റെ കൂടെ വേല ചെയ്തവരായ 2 സ്ത്രീകളോട് ഉപദേശിക്കുവാണ്. അപ്പൊ നമ്മള് സ്ത്രീകള് ഭിന്ന അഭിപ്രായക്കാരാകരുത്. നമ്മൾ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ കർത്താവിന് വേണ്ടി ഒരുമിച്ച് നിന്ന് വേല ചെയ്യണം. അതെ, ഈ മത്തായി സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിലെ ഈ സ്ത്രീകൾക്ക് സ്നാനപ്പെടുത്താൻ പറ്റുമോ, സ്ത്രീകൾക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഈ ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ടും ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യാതെ പഴയ നിയമത്തിലെ പോലെ തന്നെ ഇവർ ഈ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, ഈ മെസ്സേജ് കേട്ടതിന് ശേഷം പാരമ്പര്യത്തിലിരിക്കുന്നവർ, പഴയ നിയമത്തിലിരിക്കുന്നവരും പിന്നെ ജാതിയായിട്ടുള്ളവരും ഒക്കെ തലയിൽ തുണിയിട്ടിരിക്കട്ടെ. കാരണം അവര് കർത്താവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയല്ലല്ലോ, അതിനെ ആ ഒരു ഇതിലേക്ക് വരാത്തത് കൊണ്ട് ആത്മാവിലായവർക്ക് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം തലയിൽ തുണിയിട്ടില്ലെങ്കിൽ മുടി മൂടുപടത്തിന് പകരം തന്നിരിക്കുന്നത് അവർക്ക് വ്യക്തമായി അറിയാം. അത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയണ എന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇനി ഇതിനെക്കുറിച്ച് ഇനി തർക്കം വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതുപോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ മത്തായി സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിലെ ആകയാൽ
പുരുഷന്മാർ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും സകല പുരുഷന്മാരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇങ്ങനെയാണോ ബൈബിളിൽ പറഞ്ഞത്? സ്തോത്രം. സകല ജാതികളെയും അപ്പൊ ജാതികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? പിള്ളേരുണ്ട്, ശിഷ്യന്മാരുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളെല്ലാവരും ഉണ്ട്. അപ്പം ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആകുന്ന നമുക്കിങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് അത് കോൺസിക്വൻസ് ആകണ്ട. കഴിഞ്ഞ ദിവസത്തിൽ ഒരു നിരീക്ഷണവാദി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ദൈവം ഇല്ല എന്നാണ്. അപ്പം ഞാൻ ഒന്നും വേണ്ടിയില്ല. അല്ല, ഞാൻ പറഞ്ഞു വിശ്വാസിയാണെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങളുടെ ഉള്ളത്തിലിരിക്കുന്ന ജീവശ്വാസത്തെ കുറിച്ചും ഒക്കെ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടപ്പോഴേ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറയുകയാണ്, എന്നാ പിന്നെ ഈ ഡൈനോസറൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിരുന്നു? കാരണം ബൈബിളിനകത്ത് 6 വർഷം മുമ്പുള്ളതേ പറയും. അവിടെ നമ്മൾ ഒരു ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്നത് ദൈവത്തിന്റെ മർമ്മത്തെ, ഹൃദയത്തെ മുഴുവനായിട്ട് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഈ ഗ്ലോബിന്റെ അകത്തൊരു സമയം വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തെ കാര്യങ്ങളും അതിനകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം മനുഷ്യൻ അറിഞ്ഞാൽ മതി, അല്ലെ? ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ മുന്നോട്ടുള്ള കാര്യങ്ങളെ നീ കുഴിഞ്ഞോണ്ട് പോയാൽ അത് ആരാണ് കുഴിയുന്നത്? പിശാചാണ്. സ്തോത്രം. നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങളെ കയറ്റിയെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ടവൻ തന്ന അർഹതയ്ക്ക് അനുസരിച്ച്, എന്ന് വെച്ചാല് നമ്മളെന്നും ദാസന്മാരായിരിക്കേണ്ടവരായിരുന്നു. എന്നുവെച്ചാൽ ദാസിയുടെ ഹൃദയം ദാസന്മാരുടെ മേലെന്ന പോലെ ദൈവത്തോട് നോക്കുന്നത് ദാസിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ദാസിയെ പോലെയല്ല നോക്കുന്നത്, നമ്മൾ മക്കളെ പോലെയാ. കാരണം ക്രിസ്തുവിന്റെ അതേ കാറ്റഗറിയിലല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആത്മാവിന്റെ ശുശ്രൂഷയാ. സ്നാനം നൽകാനുള്ള ശക്തി പുരുഷനിൽ നിന്നല്ല ദൈവം തന്നത്, ക്രിസ്തുവിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവം വിളിക്കുന്ന സ്ത്രീക്കും പുരുഷനും എല്ലാം ഈ ശുശ്രൂഷ ചെയ്യാം, ഏത് ശുശ്രൂഷയും ചെയ്യാം. അപ്പം ഒരു പുരുഷന്റെ തലയിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയ എസെക്കിയേൽ ഫ്രാൻസിസിന്റെ മീറ്റിങ്ങിന് എൻ്റെ പാസ്റ്റർമ്മയുടെ തലയിലോട്ട് ഞാൻ ആത്മാവിലായപ്പോൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ പോലും എൻ്റെ കൈ കൊണ്ട് ഈ പാസ്റ്റർമ്മയുടെ തലയിലോട്ട് എടുത്ത്, എന്താ പറയാ, 11 kV കറണ്ട് അടിക്കുന്ന പോലെയാണ് എടുത്ത് ഒറ്റ ഏറി എൻ്റെ കൈ. സ്തോത്രം. എന്നിട്ട് പറയാണ്, നീ ആരാണ് എൻ്റെ തലയിൽ കൈവയ്ക്കാനെന്ന്. അപ്പം പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് യേശു കർത്താവിന്റെ തലയിൽ ആ എണ്ണയൊഴിച്ച് ആ സഹോദരിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ ശമരിയായിൽ പോലും യേശു കർത്താവ് പോയി ഒരിക്കലും സ്ത്രീകളോട് മിണ്ടാൻ പാടില്ല. അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ബോണ്ടേജ്. കഴുതേന്റെ മുകളിലാണ് യേശു കർത്താവ് കടന്നു വരുന്നത്. അപ്പം കഴുതകളെ കൊണ്ടുവരുമ്പോൾ അതിന്റെ കുട്ടിയും കൂടെ വരുമെന്നാ. ഹല്ലേലൂയ. സോ ഒത്തിരി മർമ്മങ്ങൾ നമ്മൾ മറക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ് മെസ്സേജ് പറയുമ്പോൾ നമ്പരും എത്ര പ്രാവശ്യം കരഞ്ഞു, എത്ര പ്രാവശ്യം നിന്നു, എത്ര പ്രാവശ്യം ഓടി, ഇതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഈ യൂനാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ യൂനാവിനെ കുറിച്ച് അവർ ഈ തലയിൽ എണ്ണ ഒഴിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് മറിയാണെന്ന് അറിയത്തില്ല, മറിയാണെന്ന് കൺഫേം അല്ല, ലാസറിന്റെ സിസ്റ്റർ ആണെന്ന് കൺഫേം, ഇതൊക്കെയാണ് അവർക്ക് പറയാൻ ഇൻട്രസ്റ്റ്. പക്ഷെ അവൾ ചെയ്തത് ലോകാവസാനം വരെയും പറയൂന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് അവർക്ക് പറയാനൊന്നുമില്ല. മത്തായി സുവിശേഷം ആ വാക്യം ഒന്ന് വായിക്കാമോ? 28-ാം അധ്യായത്തിന്റെ പാസ്റ്റർ ഒന്ന് വായിക്കാമോ? 28-ാം അധ്യായത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. മത്തായി. ഇരുപത്തി 7 6 മുതൽ വായിക്കും. യേശു ബേഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമളതൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. അത്രയും മതി. അപ്പൊ താഴോട്ടുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി. അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന്. ഈ ഒരു കാര്യം അവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായിരിക്കും ഈ അവസാന നിമിഷത്തിൽ ആ സ്ത്രീയെ കൊണ്ട് അത് ചെയ്യിക്കാൻ കാര്യം? കാരണം ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നല്ലോ. അത് അവളോട് പറഞ്ഞിട്ടാണോ അവിടെ യേശു കർത്താവ് ചെയ്യുന്നത്? അവളുടെ ഹൃദയത്തിൽ വന്നൊരു സ്നേഹമല്ലേ അവൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഈ എൻഡ് ടൈമില് നമുക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ നമുക്ക് തന്ന ഒരു സ്നേഹത്തിന്റെ ഒരു ശുശ്രൂഷയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്ന് സ്ത്രീകളോടും സഹോദരന്മാരോടും പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞാട്ടെ സിസ്റ്റേഴ്സ്, രണ്ടുപേരും ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ കേട്ടതുകൊണ്ട്. ആന്റി പറഞ്ഞാട്ടെ.
പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പ്രൈസ് അതുകൊണ്ടാണ്. ഉം. പ്രൈസ്. അതുകൊണ്ട് സ്ത്രീകൾ നിങ്ങൾ ആണെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ തളരാതെ കർത്താവിന് വേണ്ടി ഈ അന്ത്യകാലത്ത് ശത്രു നമ്മെ പല പല കാര്യത്തിലും തോൽപ്പിക്കാൻ ശ്രമിക്കും. അതൊന്നും ഞാൻ പറയുന്ന ഒരു മനുഷ്യന്റെയും വാക്ക് നിങ്ങൾ കേൾക്കാൻ പോകരുത്. ദൈവം എന്ത് പറയുന്നു, ബൈബിൾ എന്ത് പറയുന്നു, അത് കേട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, വീണു പോകാതെ ഉറച്ചു നിൽക്കുവാനായിട്ട്. ചിലപ്പോ നമ്മള് വീട്ടിലുള്ളവരിലൂടെ ആയിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത്. അതൊക്കെ ഒരു പരീക്ഷണമാണ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പരീക്ഷണമാണ്. അതിനെല്ലാം അതിജീവിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. നമ്മൾ മിണ്ടാതിരിക്കുക. ഒന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഭർത്താവ്, ഹസ്ബൻഡ് ഉള്ളവര് അവരെന്തെങ്കിലും രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ, അല്ലെ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് വരാത്തവരാണെങ്കിൽ, അവര് പറയുന്നതിന് നമ്മള് എതിര് കൂടി പറയാതെ ശാന്തരായിരിക്കുക. അവിടെ എന്നാന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അവരെ ശാന്തരാക്കിക്കൊള്ളും. നമ്മൾ ശാന്തരാക്കാൻ ശ്രമിക്കണ്ട, ദൈവം അവരെ ശാന്തരാക്കിക്കൊള്ളും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടി ഇറങ്ങുക. സ്വാതന്ത്ര്യമില്ലാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട. അതെല്ലാം നമുക്ക് സമയത്ത് ആ സ്വാതന്ത്ര്യം എല്ലാം എന്നാ വെച്ചാൽ തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ദൈവസന്നിധിയിൽ തകരണം, നമ്മൾ നുറുങ്ങണം. ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ തകരുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. ആ ഒരു നല്ല ഹൃദയവുമായി ഈ അന്ത്യകാലത്ത് പലരും ദൈവദാസന്മാർ കാണിക്കുന്ന ഈ അനീതിയും അക്രമവും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശുദ്ധരായി നിന്നുകൊണ്ട്, വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക. പണത്തിനും പെണ്ണിനും വേണ്ടിയൊക്കെ ഓടുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഓടുക. ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനായിട്ട്, സത്യസന്ധമായി കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനായിട്ട് നമ്മൾ ഓടുക. അതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ എന്തിനാണോ വിളിച്ചിരിക്കുന്നത്, യെശയ്യാവിന്റെ ബുക്കിലൊക്കെ നമ്മളോട് പറഞ്ഞത് എന്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്, തളർന്ന കൈകളെ ബലപ്പെടുത്തുവാനും ക്ഷീണിച്ച ഹൃദയങ്ങളോട് നമ്മൾ സംസാരിക്കാനും ഒക്കെ നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന. തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ 35-ാം അധ്യായം യെശയ്യാവ് മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ. ഹല്ലേലൂയ. 35-ാം അധ്യായത്തിൽ അത് പറയുമ്പോൾ യെശയ്യാവ് 49-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിയിരുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കുവാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്ത് നിന്റെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സ്ത്രീകൾക്കാകുമ്പോൾ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് ഇടപെടാനും അവരോട് ചിലപ്പോൾ ചില സ്ത്രീകൾ കരഞ്ഞും അവര് തകർന്നും ഒക്കെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് അവരോട് ആശ്വാസം പറയും, ദൈവവചനത്തിലൂടെ അവരെ ബലപ്പെടുത്തുകയും ചെയ്യുക. അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. അതിന് നമ്മൾ പേടിച്ചിട്ടോ മറ്റുള്ളവരെ ഭയന്നിട്ടോ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. പിശാചാണ് നമുക്ക് ഭയം കൊണ്ട് തരുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തില് ഭാര്യ സേരേഷും അവനോട് പറയാണ്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്ത്രീകളുടെ മുൻപിൽ പാസ്റ്റേഴ്സ് വീഴാൻ തുടങ്ങി. എന്താ പറയാ, തെറ്റ് ചെയ്യുന്ന പാസ്റ്റേഴ്സ്, എല്ലാവരെയും അല്ല നമ്മൾ പറയുന്നത്, വീഴാൻ തുടങ്ങിയെങ്കിൽ ഹല്ലേലൂയ, അവൻ യഹൂദ വംശമാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. ആത്മാവാണ് അന്ത്യകാലത്തിൽ ഈ സ്ത്രീകളെ എഴുന്നേൽപ്പിച്ചതെങ്കിൽ അവരുടെ മുമ്പിൽ കള്ളന്മാർ ജയിക്കുകയില്ല, അവർ തോറ്റുപോകുകയുള്ളെന്ന് പറഞ്ഞു. സ്തോത്രം. അതുപോലെ തന്നെ എസ്തേറിനോട് പറയാണ്, അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിച്ചു പോകുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന്. ദൈവത്തിന്റെ ഹിതമാ നമുക്ക് വേണ്ടി അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ നിയമമില്ല. ഹല്ലേലൂയ. അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഈ സാഹചര്യങ്ങൾ നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മളെ ഇത് ആത്മാവ് വിളിക്കുകയാണ്, എഴുന്നേൽക്കുക സഹോദരിമാരെ എന്ന്.
ഹല്ലേലൂയ. നശിച്ചു പോകുന്നെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന്. അവിടെയാണ് നമ്മൾ വായിച്ച ആ ഒരു കൺക്ലൂഷൻ ഒന്ന് ചെയ്തേ. ആ സമയത്ത് നമ്മൾ പറഞ്ഞ ജോസിസ്റ്റർ ഒന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം നമുക്ക്. ഹല്ലേലൂയ. യോഗ്യതയില്ലാത്ത ഈ ലേവ്യർ ചെയ്തത്. സ്തോത്രം. ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരു ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഈ എസ്തറിന്റെ കാര്യം പറഞ്ഞ പോലെ അത് നിയമപ്രകാരം അല്ല എങ്കിലും മരിച്ചെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പോകുന്നത് ഒരു വ്യക്തിക്കല്ല, ഒരു വലിയൊരു സമൂഹത്തിന് വേണ്ടി. യഹൂദന്മാർ മുഴുവൻ, ശൂശൻ പട്ടണത്തിലുള്ള മുഴുവൻ യഹൂദന്മാർക്ക് വേണ്ടിയാണ് എസ്തർ കയറി പോകുന്നത്, ഒരൊറ്റ ആള്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ, സകല മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ കയറിയെന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തി മുഴുവൻ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവൾ കയറുന്നത്. അപ്പൊ അവളുടെ ലൈഫ് റിസ്ക് ചെയ്താ പോകുന്നത് അത്. അപ്പം അവിടെ നിയമം ഉണ്ടോ ഇല്ലയോ, അവള് സ്ത്രീയാണോ, ഇതൊന്നും അല്ല അവിടെ നോക്കുന്നത്. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം 2 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ കാര്യവും ഇതെല്ലാം കണക്റ്റഡാ. കാരണം അത് ഞാൻ അന്ന് അവിടെ ഒരു ന്യായപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും അതിനുപരിയായി ആ ഒരു നിയമത്തെ ലംഘിക്കുക എന്നുള്ളതിനുപരിയായി അപ്പോഴത്തെ സാഹചര്യത്തിൽ ആക്ട് ചെയ്യാൻ ഒരാൾക്കാർ വേണം. ആ സമയത്ത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫില്ല് ചെയ്യാന്നുള്ളതാ. റെസ്ക്യൂ ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ കയറി റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മൾ കയറി നിൽക്കുക എന്നുള്ളതാണ് അതിനകത്തെ വിഷയം. അപ്പൊ ഈ ടൈമിലും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഇത് ചിലതൊക്കെ കാര്യങ്ങളൊക്കെ അനേകം നാളുകളായി, ആണ്ടുകളായി മറച്ചു വെച്ചും ഒതുക്കി വെച്ചൊക്കെയൊക്കെ ദൈവം അവരെയും കൊണ്ടാണ് ഇനി ഉപയോഗിക്കാൻ ദൈവം കണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ എനിക്ക് എസ്തറിന്റെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് വേറൊരു ഭാഗത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്കറിയാലോ ഈ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയ കാര്യം. ഹെരോദാവ് ആദ്യം പിന്നെ ഈ സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി അവൻ കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഞാൻ വായിക്കുന്നത് അപ്പോസ്തലർ 12-ന്റെ 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക. എന്നിട്ട് അതും ഈ ഒരു ഇന്റൻഷനിൽ തന്നെയാ. പക്ഷെങ്കിൽ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന സഭ അവര് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പത്രോസിന് വേണ്ടി. അവിടെ എന്നെ ഞാൻ ചിന്തിപ്പിച്ച വാചനം ഇത് 11-ാമത്തെ വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ, അതായത് പത്രോസിനെ ദൈവം ദൂതനെ അയച്ച് അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം പത്രോസ് പറയാ, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. കണ്ടോ, ചിലരൊക്കെ പ്രതീക്ഷകളെ തകിടം മറിക്കും ദൈവം. ചിലതൊക്കെ പ്രതീക്ഷിച്ചിട്ടാ ചിലത് ചെയ്യുന്നേ. ചിലതൊക്കെ ഒതുക്കാമെന്നും ചിലതൊക്കെ ഇല്ലായ്മയാക്കാമെന്നും എഴുന്നേൽപ്പിക്കത്തില്ലെന്നും ചില പ്രതീക്ഷകളുണ്ട് മനുഷ്യർക്ക്. പക്ഷെ ദൈവത്തിന്റെ പ്രതീക്ഷ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവിടെ ദൂതനെ ദൈവം അയച്ചു. അവിടെ ദൂതനെ വിട്ട് അവൻ കെട്ടിയത് ചിലത് ബോണ്ടേജ് കിടക്കുന്നുണ്ട് ഒത്തിരി എണ്ണം. ഇതുപോലെ ചില സഭകളിൽ നിന്നൊക്കെയുള്ള വേദനജനമായ അവസ്ഥയിൽ കൂടെ ചിലതിനൊക്കെ ആത്മീയമായി തകർത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ നമ്മൾ വായിച്ച യോഹന്നാനെ ഇല്ലാതാക്കിയതുപോലെ യാക്കോബിനെ ഇല്ലാതാക്കിയതുപോലെ ഇപ്പൊ അടുത്തത് പത്രോസിനെ ഇല്ലാതാക്കാന്നുള്ള വിചാരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോഴാണ് അവനെ എത്ര വലിയ ചങ്ങലയിട്ട് കെട്ടി പൂട്ടി ഒതുക്കി നീ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞാലും 16 ഗാർഡ് അവിടെ ഉള്ളത്. ഒരാൾക്ക് വേണ്ടി ഇത്രയും പേര്, അകത്ത് 2 പുറത്ത് വേറെ 10-18 പേരുണ്ട് ഒരാൾക്ക് ഉള്ള. ആരുടെ സെക്യൂരിറ്റിയാണത്. അപ്പൊ മനുഷ്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ഇറങ്ങത്തില്ല അവിടുന്ന് പത്രോസ്. പക്ഷേ അവിടെ ഇന്റർവ്യൂൻ ചെയ്യുന്ന ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ചില മേഖലകളിലൊക്കെ. അവിടെ ദൂതനെ ദൈവം ഇറക്കി കഴിഞ്ഞാൽ ചിലതിനൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ ചിലരുടെയൊക്കെ പ്രതീക്ഷകളെ ദൈവം അവിടെ കൊണ്ട് അങ്ങ് അസ്തമിപ്പിച്ച് കളയും. അപ്പൊ അവരുടെ ചിലതൊക്കെ ആഗ്രഹങ്ങള് മുമ്പേ പറഞ്ഞതുപോലെ നീ യഹൂദനാണെങ്കിൽ ഇവനെ ജയിക്കത്തില്ലെന്ന് ശേരശ് പറഞ്ഞതുപോലെ യഹൂദനാണെങ്കിൽ ഒരു ശക്തിക്കും ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. ആമേൻ.
അപ്പം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. ഇതിലൂടെ നമ്മൾ എല്ലാവരെയും, സഹോദരിമാരെയും സഹോദരന്മാരെയും അറിയിക്കാൻ ആഗ്രഹിച്ചത് വല്ലാത്തൊരു മൂടൽ സമയം പോലെയാണ് ലോകത്തെ ദൈവം കാണിക്കുന്നത്. ഇന്ന് രാവിലെ, ഇന്ന് 11ാമത്തെ ദിവസമാണ് ഉപവാസത്തിൻ്റെ. അപ്പോൾ എല്ലാവരും അലേർട്ട് ആവുക. വരും ദിവസങ്ങളിൽ ഇൻ്റർനെറ്റ് കട്ടാവാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷയിലേക്ക് എല്ലാവരും നിങ്ങളുടെ ഹാർദവമായ ഒരു അവൈലബിലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് നമുക്ക് യോഗ്യതയില്ലാത്ത നമുക്ക് ആ രക്ഷയെ തന്നുവെങ്കിൽ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത നിങ്ങൾ സംസാരിച്ച എല്ലാ സഹോദരിമാരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും എല്ലാ സഹോദരങ്ങളോടും കൂടെ ഇരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന നമ്മളെല്ലാവരോടും കൂടെ അവൻ്റെ കൃപ വർദ്ധിച്ചു വരുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന അപ്പച്ചന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ വരയണമേ. നെവർ ഗീവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, സി യു. നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് എന്നും ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ്, ഇന്ത്യൻ സമയം. മറ്റ് രാജ്യത്തുള്ള സഹോദരിമാർ പറഞ്ഞു അവിടെ ഡേറ്റ്സിൻ്റെ ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഇന്ന് 11ാം തീയതിയാണ്, വ്യാഴാഴ്ച 11ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്, എല്ലാ ദിവസവും 2 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ്. സൂം ഐ ഡി ആവശ്യമുള്ളവർക്ക് 00971570793031 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ബ്ലെസ്ഡ് ടൈം.